പാലക്കാട് കുളവൻമുക്കിലെ KSRTC കണ്ടക്ടർ മനോജിന്റെ മരണത്തിൽ ദുരൂഹത ഏറെയുണ്ടെന്ന് കുടുംബം. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണം. വട്ടിപ്പലിശക്കാർ മനോജിനെ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും മനോജിന്റെ സഹോദരി ഭർത്താവ് രജീഷ് പറഞ്ഞു. വിവരങ്ങളുമായി അരുൺ ചേരുന്നു. അരുൺ, കൂടുതൽ വിശദാംശങ്ങൾ. കഴിഞ്ഞ 18-നാണ് പാലക്കാട് കുളവമുക്ക് സ്വദേശിയായ KSRTC കണ്ടക്ടർ മനോജ് തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. വട്ടിപ്പലിശക്കാരുടെ ഭീഷണിയാണ് മരണം കാരണമെന്ന് അന്ന് തന്നെ മനോജിന്റെ കുടുംബം ആരോപിച്ചിരുന്നു. എന്നാൽ മരണത്തിൽ ദുരൂഹത ഏറെ ഉണ്ടെന്നും വിശദമായ അന്വേഷണം വേണമെന്നുമാണ് ഇപ്പോൾ സഹോദരി ഭർത്താവ് ആവശ്യപ്പെടുന്നത്. പാലക്കാട് ഡിപ്പോയിൽ വെച്ച് ഈ വട്ടിപ്പലിശക്കാർ മനോജിനെ മർദ്ദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പലിശക്കാരുടെ ഭീഷണിയിൽ വീട് തന്നെ ഉപേക്ഷിച്ചു. അരയിൽ കത്തിയുമായി വരെ വീട്ടിലെത്തി അവരെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഫോൺ ഓൺ ചെയ്താൽ നിരന്തരം ഭീഷണി കോളുകളാണെന്ന് മനോജ് പറഞ്ഞിരുന്നതായും കുടുംബം പറയുന്നുണ്ട്. ഏതായാലും തലയ്ക്ക് പുറകിൽ ക്ഷതമേറ്റിട്ടുണ്ടെന്ന് സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു. മുമ്പ് മർദ്ദിച്ചതിന്റെ പരിക്കാവാൻ രക്തക്കട്ട പിടിക്കാൻ ഉൾപ്പെടെ കാരണമായതെന്ന് തങ്ങൾ കരുതുന്നതായും കുടുംബം പറയുന്നുണ്ട്. ഏതായാലും ഭീഷണിപ്പെടുത്തിയവരെല്ലാം കുളവമുക്കിലെ തന്നെ ആളുകളാണെന്നും കുടുംബം പറയുന്നുണ്ട്. കുറ്റക്കാർക്കെതിരെ നടപടി വേണം എന്നും കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. പാലക്കാട് കുളവൻമുക്കിലെ KSRTC കണ്ടക്ടർ മനോജിന്റെ മരണത്തിൽ ദുരൂഹത ഏറെയുണ്ടെന്ന് കുടുംബം ആരോപിക്കുന്നു. അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്.